ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇൻടേക്ക് 7ൻ്റെ നോട്ടിഫിക്കേഷനായിട്ടാണ്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ എന്താ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്ത, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് വേഗം പഠിച്ച് തുടങ്ങാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായി പോയി. എന്നാൽ പോലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും അതേപോലെ തന്നെ ജസ്റ്റ് പാസ് ക്ലാസ്സസും അങ്ങനെ 2 ബാച്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിൽ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. ആ ഒരു സബ്ജക്റ്റ് എല്ലാവരും ഏറ്റെടുത്ത ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അത്രയും എളുപ്പമാണെന്ന് വിചാരിച്ച ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ, കഴിഞ്ഞ ഇയർ എക്സാമിൻ്റെ ടൈമിൽ അത്രയും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എളുപ്പമാണ് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ച് തന്നെ നിങ്ങളത് മനസ്സിലാക്കിക്കോളാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, 31 ലാസ്റ്റ് ഡേറ്റ് കിടക്കുന്നത്. അതായത് അപ്ലൈ ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഓൺലൈൻ സബ്മിഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്, എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 31 കിടക്കുന്നത്. സെക്കൻഡ് സെമ്മിൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. സെക്കൻഡ് സെമ്മുകാർക്കും ലാസ്റ്റ് ഡേറ്റ് 31 കിടക്കുന്നത്. അപ്പോൾ സൈറ്റ് നല്ല പോലെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് സമയത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് കുറേ മെസ്സേജസ് വരും, പറ്റുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ടിനുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ടെൻഷൻ ആവാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സ്ട്രെസ് ആവാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ മാക്സിമം ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ്സസ് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആയിട്ട്, അതായത് എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും അതേപോലെ തന്നെ, അതായത് ഡീറ്റെയിൽഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ട്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം. സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ്, അതും ഹൈലൈറ്റ് ചെയ്തിട്ട്, അതായത് ഏതൊക്കെ ഭാഗങ്ങളാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ളത് ആ ഭാഗങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ട്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ, താഴെ നമ്പർ കൊടുക്കാം. എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് പ്ലസ് നോട്ട്സ് അപ് ടു എക്സാം ഓറിയൻറ്റേഷൻ, അതായത് എക്സാം വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സാമിന് കൂടിയും പ്രിപ്പയർ ചെയ്യാവുന്ന രീതിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു ബാച്ചായിരിക്കും ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷന് വരണത്. ഇനി നിങ്ങൾ ഓപ്റ്റ് ചെയ്ത സബ്ജക്റ്റ് ഏതാണ്, ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കോഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ജസ്റ്റ് പാസ് ബാച്ച് എന്നുള്ള രീതിക്കാണ് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ സീനിയേഴ്സിനോടൊന്ന് ചോദിച്ച് നോക്കാം, നമ്മുടെ ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്തൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക എത്രത്തോളം അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു ജസ്റ്റ് പാസ് ബാച്ച് എന്ന് പറയുന്നത് അത്രയും അധികം ക്വസ്റ്റ്യൻസ് ആണ് അതെന്ന് ചോദിച്ചിട്ടുള്ളത്. അതും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, ഏകദേശം 1 hourന് താഴെയുള്ള റെക്കോർഡഡ് ക്ലാസ്സും അതേപോലെ തന്നെ PDF-ഉം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള PDF-കളുമാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ. പക്ഷേ അത് എത്രത്തോളം യൂസ്ഫുൾ ആയി എക്സാമിന് എന്നുള്ളത്, കുറേയധികം വോയിസസും കുറേയധികം മെസ്സേജസും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കേസസ് ഇത്രയാണ് പറയാനുള്ളത്. ബാക്കി കോഴ്സസ്, അതായത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഓപ്റ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള നിങ്ങളുടെ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ കോഴ്സ് അവൈലബിൾ അല്ല കേട്ടോ. ഇനി BA സോഷ്യോളജി എടുത്തവരാണെന്നുണ്ടെങ്കിൽ BA സോഷ്യോളജിയിലെ എല്ലാ സബ്ജക്റ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതും ജസ്റ്റ് പാസ് ബാച്ച് ആയിട്ട് തന്നെ. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ്. പക്ഷേ BA സോഷ്യോളജിയിൽ ബാക്കി 2 സബ്ജക്ട്സ് ഉണ്ട്. ഏതാണ്? സോഷ്യൽ ഫോർമേഷൻ ആൻഡ് വേൾഡ് ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയും. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയും പിന്നെയും നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും അവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവർ പിന്നെയും ഓക്കെ ആക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു നിലയ്ക്കും നടക്കുന്നില്ല എന്നുള്ള രീതിക്കാണ് കുറേയധികം റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു ജസ്റ്റ് പാസ് ബാച്ച് എന്നുള്ള രീതിക്ക്, ജസ്റ്റ് പാസ് ബാച്ച് എന്നാണ് ആ ഒരു നെയിം എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും നമ്മൾ ആ ഒരു രീതിക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് അതിലും വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവരുടെയും ഡൗട്ട്സ് തീർക്കാനായിട്ട് നമുക്ക് ആ ഒരു ടൈം വേണം. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് തീർക്കുക എന്ന് പറയുമ്പം അതിനനുസരിച്ചിട്ടുള്ള ആളുകളെ മാത്രമാണ് നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നല്ലപോലെ പഠിച്ച് തുടങ്ങാം. ടൈം ഇല്ല എന്ന് വിചാരിക്കരുത്, ടൈം ഉണ്ട്. പക്ഷേ ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. താങ്ക്